എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ വീഡിയോകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം നമ്മുടെ ആറാട്ടണ്ണനാണ്. ആറാട്ടണ്ണൻ എലിസബത്തിനെ വിടുന്ന പരിപാടിയില്ല. അതേ ഇനി ആറാട്ടണ്ണനെ നമ്മൾ വിടാത്തതാണോ ആറാട്ടണ്ണൻ എലിസബത്തിനെ വിടാത്തതാണോ എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ആറാട്ടണ്ണന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആറാട്ടണ്ണൻ്റെ ആ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് പോകാം. എലിസബത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡോക്ടർ എലിസബത്തിനെയും ആറാട്ടണ്ണനെയും കൂട്ടിയിട്ട് ബാല എന്തൊക്കെയോ മുമ്പ് എലിസബത്തിനെയും ആറാട്ടണ്ണനെയും കൂട്ടിയിട്ട് ബാല എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നോ? അതെന്താ? ബാലയ്ക്കപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ആറാട്ടണ്ണനെ പോലെ ഒരു എന്താണ് പറയുന്നത്, വിശേഷബുദ്ധി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആറാട്ടണ്ണന് ഇത്തിരിയെങ്കിലും വിശേഷബുദ്ധി ഉണ്ടെങ്കിൽ ആറാട്ടണ്ണൻ നമ്മുടെ നിത്യാമേനോനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഒരിക്കലും ഒരിത്തിരിയെങ്കിലും ബോധമുള്ള ഒരാളാണെങ്കിൽ സെലിബ്രിറ്റിയായ നിത്യാമേനോനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ നടക്കില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആറാട്ടണ്ണനെയും എലിസബത്തിനെയും ചേർത്തിട്ട് ബാല വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ ബാലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കാണും. ഏയ് അങ്ങനൊന്നുമില്ല. നമ്മൾ ആ സമയത്തൊന്നും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പറയുന്ന കേട്ടാത്തൊന്നുമല്ലോ ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന്. എന്താ ആറാട്ടണ്ണ ഈ പറയുന്നത്? അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണുള്ളത്. ശരിക്കും ബാലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഈ എലിസബത്തിനെയും ആറാട്ടണ്ണനെയും ചേർത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അദ്ദേഹം ഒരു ഫ്രോഡാണ് എന്ന് പറയുന്നത് മാത്രമല്ല, അതുക്ക് മേലെ എന്തൊക്കെയോ ബുദ്ധിക്ക് കുഴപ്പമുണ്ട്. എന്തായാലും പറഞ്ഞുണ്ടാക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ആറാട്ടണ്ണനെ വെച്ച് തന്നെ പറയണമായിരുന്നു എൻ്റെ ബാലയെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആറാട്ടണ്ണനെ ലെവലേശം വിശേഷ ബുദ്ധിയില്ല. പുള്ളിക്കാരൻ എൻജിനീയറൊക്കെ ആയിരിക്കും, പക്ഷേ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ. നിത്യദാസ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തിൻ്റെ പിന്നാലെ അലഞ്ഞ ആളാണ് ഈ പറയുന്ന ആറാട്ടണ്ണൻ. ഭാര്യ അങ്ങനെയല്ല, അവര് സെപ്പറേറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അവർ തമ്മിൽ ബന്ധമില്ല. അങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് അല്ലാതെ അവര് അപ്പോൾ ഇപ്പോഴും മാത്രമല്ല, ഒരു 6-7 മാസം മുമ്പ് കൂടി ആറാട്ടണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിസബത്തിനെ വിവാഹം കഴിക്കുന്ന കാര്യം, അല്ലേ? അപ്പോൾ ആറാട്ടണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സുഹൃത്തിൻ്റെ വൈഫായിട്ടിരുന്ന സമയത്തല്ല, അവർ തമ്മിലുള്ള ബന്ധമൊക്കെ അലസി പിരിഞ്ഞു പോയതിന് ശേഷമാണ് പുള്ളിക്കാരൻ 6 മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന നമ്മുടെ എലിസബത്തിന് വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചതെന്നാണ്, അങ്ങനെ ഒരു ചിന്താഗതി വന്നതെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആയിരുന്നു എന്ന്. എന്തെൻ്റെ ആറാട്ടണ്ണ, നിങ്ങളെ സമ്മതിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തൊക്കെയാണ് അങ്ങനെ തോന്നിയത്. അത് ഇപ്പൊ ആൾക്കാർ പറയുന്ന സുഹൃത്തിന്റെ അങ്ങനെന്നല്ല, സുഹൃത്തിന്റെ ഭാര്യ അങ്ങനൊന്നുമല്ല. തോന്നിയത്. കാരണം അവർക്കും പല പ്രശ്നങ്ങളുണ്ട്, എനിക്കും പല പ്രശ്നമുണ്ട്. അവര് ഇപ്പൊ ബാല വേറെ കോവിലല്ലേ, അവർക്കും കുറേ പ്രശ്നങ്ങളുണ്ട്, എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരനൊരു ലൈഫ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. എൻ്റെ ആറാട്ടണ്ണ,
ഈ പറയുന്നത് പോലെ എന്താണ് എലിസബത്തിന് മാത്രമല്ല പ്രശ്നമുള്ളത്, ലോകത്ത് പല സ്ത്രീകൾക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പലരും പല തരത്തിലുള്ള പ്രശ്നങ്ങളെ അനുഭവിക്കുന്നവരും കൂടിയാണ്. താങ്കൾ ഒരാളുടെ മാത്രം പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് ഇത്ര ബോധേഡാവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എലിസബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് വേണ്ട രീതിയിൽ തീർത്തോളും. അതിനുള്ള തൻ്റെ ഇടവും തലയ്ക്കകത്ത് തലച്ചോറൊക്കെ ഉള്ള ഒരു കുട്ടി തന്നെയാണ് എലിസബത്ത്. അതുകൊണ്ടാണ് അവർ ഡോക്ടറായത്. പിന്നെ താങ്കൾ എഞ്ചിനീയർ ആയതിനെ പറ്റിയാണെങ്കിൽ കൂടുതൽ സംസാരിക്കാതിരിക്കുകയാണ് ഭേദം. താങ്കളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറല്ല, എഞ്ചിനീയറാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും പ്രശ്നമുള്ളതിൻ്റെ പേരിൽ ഈ പറയുന്ന എലിസബത്ത് കുറച്ച് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നതിൻ്റെ പേരിലാണ് ആറാട്ടണ്ണന് ഒരു ജീവിതം കൊടുക്കാനായിട്ട് തോന്നിയത്. എൻ്റെ പൊന്ന് ആറാട്ടണ്ണ, ഈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് ചെല്ലാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം മിണ്ടാതിരിക്കുക. എലിസബത്തിനോട് തോന്നിയ സിമ്പതിയാണോ ഇങ്ങനെ ഒരു വിചാരിച്ചു? തൻ്റെ ലൈഫൊക്കെ ഇവിടെ ആർക്കാ വേണ്ടത്? താൻ ആദ്യം നേരാമണ്ണം എലിസബത്ത് എന്ന് പറയാനെങ്കിലും പഠിക്കടോ. ശരിക്കും എലിസബത്ത് എന്ന് പറയാൻ പോലും അങ്ങേർക്ക് പറ്റുന്നില്ല. ആ അങ്ങേരാണ് ഇനി എലിസബത്തിന് ജീവിതം കൊടുക്കാൻ നിൽക്കുന്നത്. ബാല എന്ന് പറയുന്ന ആ ഒരു മഹാതീവണ്ടിയുടെ മുന്നിൽ നിന്ന് എങ്ങനെയോ ഓടിച്ചാടി രക്ഷപ്പെട്ട് വന്ന എലിസബത്ത് ഇനി തന്നെപ്പോലൊരു പാണ്ടി ലോറിയുടെ ഇടയിൽ ചെന്ന് തലവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെങ്ങനെയെങ്കിലും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങ് ജീവിച്ച് പൊയ്ക്കോളും. ഇനി അവർക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പാരൻസ് ഉണ്ടോ. അതിന് താൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല. ജീവിതം കൊടുക്കാൻ നടക്കുന്നു. ആറട്ടണ്ണന്റെ ആലോചന എലിസബത്ത് അറിഞ്ഞോ? അതിനെങ്ങനെയാണ് അവര് നമ്പർ കിട്ടാൻ കുറെ ശ്രമിച്ചു. നമ്പർ തന്നെയല്ല അവര് പറഞ്ഞോ എനിക്കറിയില്ല. അവര് റെസ്പോണ്ട് മീഡിയ കൂടി ഇതുവരെ പ്രതികരിച്ചോ? ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പക്ഷേ പറഞ്ഞത് ഇതുവരെ അവരുടെ ഫോട്ടോ കിട്ടാൻ കുറെ ശ്രമിച്ചു, കിട്ടിയില്ല. ചേട്ടാണ് ചോദിച്ചു, സെക്രട്ടറി ചോദിച്ചു, അവരൊന്നും തന്നില്ല. പിന്നെ അവർക്ക് വാദമല്ലേ, ഇങ്ങേര് കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾക്കൊക്കെ മറുപടി പറയാനല്ലേ എലിസബത്തിന് നേരം. എലിസബത്ത് നല്ല അന്തസ്സായിട്ട് ഓരോ ദിവസവും അവർക്ക് ബാലയ്ക്ക് കൊടുക്കാനുള്ള മറുപടികൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അവരുടെ ചാനലിൽ നിന്നും കിട്ടുന്നുണ്ട്. അവർ നല്ല വൃത്തിക്ക് വയറ് നിറച്ച് ബാലയെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ആറാട്ടണ്ണനെ പോലുള്ള കൃമികൾക്ക് മറുപടി കൊടുക്കാനൊന്നും അവർക്ക് നേരമില്ല. അവർക്ക് തന്നെ അറിയാം. കാരണം അവർ സാമാന്യം അവരൊരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത്രയും നന്നായിട്ട് മെമ്മറി പവറുള്ള ഒരാൾക്ക് മാത്രമേ ഡോക്ടർ ആവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആറാട്ടണ്ണൻ്റെ അസുഖത്തെക്കുറിച്ച് നന്നായിട്ടറിയാം, മനസ്സിലാവും. പുള്ളിക്കാരന് ഒരു പിരി പോയ കേസാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്? എടോ ആറാട്ടണ്ണ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അവർക്കൊക്കെ താൻ ജീവിതം കൊടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരു ലോഡ് പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് താൻ ജീവിതം കൊടുക്കുമെന്ന് പറയൂ. എന്തുവാടേ, തലയ്ക്കകത്ത് ആൾ താമസം വേണ്ടേ? ശരിക്കും തനിക്ക് എൻജിനീയർ എന്നുള്ളൊരു ആ ഒരു പദവി കിട്ടിയത് എവിടെ നിന്നാണ്? താൻ എവിടെയാണ് ശരിക്കും? താൻ പഠിച്ചിട്ട് തന്നെയാണോ തനിക്ക് എൻജിനീയറായിട്ടുള്ള ആ ഒരു ജോബ് കിട്ടിയെന്ന് എനിക്കിപ്പോൾ ഡൗട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയ്ക്ക് തലയ്ക്കകത്ത് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നല്ലോ താൻ. ഇതിന് പണ്ടുള്ളവരൊക്കെ പിണ്ണാക്ക് തലയന്മാരെന്ന് പറയും. ശരിക്കും താനൊരു പിണ്ണാക്ക് തലയൻ തന്നെയാണ് ആറാട്ടണ്ണ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ എന്തായാലും താങ്കൾ നമ്മുടെ എലിസബത്തിൻ്റെ കഷ്ടതകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ കണ്ടിട്ടാണ് അവർക്കൊരു ജീവിതം കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതെങ്കിൽ താനൊരു കാര്യം ചെയ്യൂ, എലിസബത്തിനെ അങ്ങ് വിട്ടേക്കൂ. നമ്മുടെ തെരുവോരത്ത് എത്രയോ പെൺകുട്ടികൾ ഒറ്റപ്പെട്ട് ആരും നോക്കാനും കാണാനും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുക്കൂ. താൻ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യും, തനിക്ക് പുണ്യവും കിട്ടും. എന്തായാലും എൻ്റെ ആറാട്ടണ്ണ വല്ലാത്തൊരു ജന്മം തന്നെയാണ് നിങ്ങൾ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്തേക്കൂ.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.